ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞ പ്രദേശം. 2.5 ഏക്കർ വരുന്ന പുരയിടത്തിൻ്റെ നടുവിലായി നിഗൂഢതകൾ നിറഞ്ഞൊരു വീട്. ആലപ്പുഴ പള്ളിപ്പുറത്തെ ആ വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയതിൽ തുടങ്ങിയ അന്വേഷണം. 2 പതിറ്റാണ്ടിനിടെ നടന്ന 4 സ്ത്രീകളുടെ തിരോധാന കേസ് വെറും കെട്ടുകഥകളല്ല. ചേർത്തലയിലെ ബിന്ദു പത്മനാഭനെയും ഏറ്റുമാനൂരിലെ ജൈനമ്മയെയും ഉൾപ്പെടെ കൂടുതൽ പേരെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി കാണുമോ? 2012 ഐഷ തിരോധാന കേസിലും അയാളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. ഈ കേസുകളിൽ സെബാസ്റ്റ്യനെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? അയാളുടെ മുൻ കാമുകി റോസമ്മയെ കൂടി പോലീസ് ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ നിർണായക വിവരങ്ങൾ ലഭ്യമാകുമോ? കേരളത്തിലെ ധർമ്മസ്ഥലയായി മാറുകയാണോ ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ പുരയിടം? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആലപ്പുഴ ചേർത്തലയിലെ റോസമ്മയും ഐഷയും അയൽവാസികളും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. അതിനിടെ 2011-12 കാലയളവിലാണ് സെബാസ്റ്റ്യൻ എന്ന വസ്തു ഇടപാടുകാരൻ ഇവർക്കിടയിലേക്ക് വരുന്നത്. റോസമ്മയുമായി അയാൾ വേഗത്തിൽ അടുപ്പത്തിലായി. പിന്നീട് വിവാഹം കഴിക്കാൻ വരെയും തീരുമാനിച്ചതാണ്. അതിനിടെ ഐഷയുടെ ദുരൂഹമായ തിരോധാനം, പിന്നീട് ജൈനമ്മയെ കാണാതായ കേസിൻ്റെ അന്വേഷണത്തെ തുടർന്ന് ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനങ്ങളും ഉയർന്നു വരുന്നു. ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തൽ റോസമ്മ നടത്തിയത് ന്യൂസ് 18-ലൂടെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റ്യൻ്റെ മുൻ പെൺ സുഹൃത്ത് റോസമ്മയെ ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെ തീരുമാനം. ഐഷയെ കാണാതായ ശേഷം സെബാസ്റ്റ്യനെ കണ്ടിട്ടില്ലെന്ന റോസമ്മയുടെ ആദ്യത്തെ പ്രതികരണവും പിന്നെയും വർഷങ്ങളോളം അടുപ്പമുണ്ടായിരുന്നുവെന്ന രണ്ടാമത്തെ മൊഴിയും സംശയങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഐഷ തിരോധാന കേസിൽ അന്വേഷണ സംഘമോ ഐഷയുടെ മക്കളോ സെബാസ്റ്റ്യനുമായുള്ള ബന്ധം സ്ഥിരീകരിക്കാത്ത ഘട്ടത്തിലായിരുന്നു റോസമ്മയുടെ ന്യൂസ് 18നോടുള്ള നിർണായക തുറന്നു പറച്ചിൽ. അവർ തങ്ങളിലുള്ള ലോഹ്യത്തിൻ്റെ കൂട്ടത്തിൽ അവർ വന്നു കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് കയറി തെളിച്ചു, മാങ്ങായി മറിച്ചു അവരുടെ സ്വന്തം പോലെ കൈകാര്യം ചെയ്തു പോയി. അപ്പം അവർ തങ്ങളിൽ അത്ര ഒരു സ്നേഹബന്ധം ഉണ്ടായിട്ടല്ലേ ചെയ്തേ. സ്വന്തം പേരിൽ വാങ്ങിയ ഭൂമിയുടെ രജിസ്ട്രേഷന് തൊട്ടു മുമ്പുള്ള ദിവസമാണ് ഐഷയെ കാണാതായതെന്ന് റോസമ്മ വ്യക്തമാക്കി. സെബാസ്റ്റ്യന്റെ കൈവശമുണ്ടായിരുന്ന പണം വാങ്ങാൻ പോയ ഐഷയെ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും അവർ തുറന്നു പറഞ്ഞു. എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. ആ പൈസ അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയി. സെബാസ്റ്റ്യനായിട്ടുള്ള പണമിടപാടുണ്ടായിരുന്നു, അതും അറിയത്തില്ല. അവരാരോടൊന്നും വിട്ടു പറയുകയില്ലായിരുന്നു. അതിപ്പം അങ്ങനെ ആയിരിക്കും അവർ തങ്ങളിലുള്ള ബന്ധം. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം റോസമ്മയുടെ ശാസ്താംകവലയിലെ വീട്ടിലെത്തി വിവരങ്ങൾ തേടി. എന്നാൽ താനും ഐഷയും സെബാസ്റ്റ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ച് റോസമ്മ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. ഐഷയുടെ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യനുമായി ഒരു ബന്ധവുമില്ലെന്ന് ന്യൂസ് 18നോട് റോസമ്മ ആദ്യം വ്യക്തമാക്കുന്നു. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്കൊരു കൂട്ട് വേണ്ടേ, അതുകൊണ്ട് കല്യാണം നടത്താമെന്ന് പറഞ്ഞാണ് ഉള്ളിൽ വരുന്നത്. ഐഷ കാണാതായതിനു ശേഷമാണ്. അത് കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞ പിന്നെ ആണല്ലോ. തുടർ സംസാരത്തിൽ ഐഷ തിരോധാനത്തിന് ശേഷവും സെബാസ്റ്റ്യനുമായി വിവാഹം കഴിച്ചു ജീവിക്കാൻ റോസമ്മ തയ്യാറായി എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം. ഒത്തിരി ആവശ്യം വരുന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ വീട്ടിലറിയിക്കാം, അവര് വരട്ടെ, ഇത്രയും പേരുണ്ടല്ലോ, അവരറിയാതെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അവര് വരട്ടെ എന്ന് പറഞ്ഞു. താൻ ഇല്ലാതിരുന്ന ദിവസം JCB ഉപയോഗിച്ച് സെബാസ്റ്റ്യനും ഐഷയും ചേർന്ന് തന്റെ പുരയിടം തെളിച്ചുവെന്ന് റോസമ്മ ആവർത്തിച്ചു പറയുന്നതിലും എന്തോ ഉണ്ടെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അതേസമയം കോട്ടയം ക്രൈംബ്രാഞ്ച് വീട്ടിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന ഘട്ടത്തിൽ പോലും ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തോട് മറ്റാരെങ്കിലും അസ്ഥികൾ ഇവിടെ കൊണ്ടിട്ടതാകാമെന്ന നിലപാടിലാണ് സെബാസ്റ്റ്യൻ. മാസങ്ങളായി താമസമില്ലാത്ത പുരയിടമാണെന്നാണ് ഇതിനെ സംബന്ധിച്ച് സെബാസ്റ്റ്യൻ നൽകുന്ന വിശദീകരണം. തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘത്തോട് പൊറോട്ടയും ബ്രെഡും ഉൾപ്പെടെയുള്ള ഭക്ഷണം ഇയാൾ ആവശ്യപ്പെട്ട് വാങ്ങിക്കഴിക്കുകയും ചെയ്തു. പ്രമേഹ രോഗത്തിനുള്ള ഇൻസുലിനായും ആവശ്യമുന്നയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ സെബാസ്റ്റ്യനെ നാർക്കോ അനാലിസിസിന് പോലും വിധേയനാക്കാൻ
പോലീസിന് കഴിയുന്നില്ല. ആയിഷ കേസുമായി ബന്ധപ്പെട്ട് റോസമ്മയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഇനിയുള്ള ശ്രമം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിലെ തിരച്ചിൽ അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ്. ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന വനമേഖലയിൽ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലെ പരിശോധന 7 ദിവസം പിന്നിടുന്നു. പോയിന്റ് 11-ലെയും 12-ലെയും പരിശോധന പൂർത്തിയായതോടെ ഇനി അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ മനുഷ്യാസ്ഥികൂടവും 60ഓളം അസ്ഥികളും ഫോറൻസിക് പരിശോധനയ്ക്കായി ബംഗളൂരുവിലേക്ക് അയച്ചിട്ടുണ്ട്. സാക്ഷി ചൂണ്ടിക്കാട്ടുന്ന പുതിയിടങ്ങളിൽ മാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച തീരുമാനം ഉടനുണ്ടാകും. കേസിൽ തെളിവുകൾ തേടി കൂടുതൽ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്താനാണ് SITയുടെ തീരുമാനം. ധർമ്മസ്ഥലയിൽ ഭൂമി കുഴിച്ചുള്ള പരിശോധന 7ാം ദിനത്തിൽ പോയിന്റ് 11-ലും 12-ലും പൂർത്തിയായി. ഇനി പരിശോധിക്കാനായുള്ളത് 13ാം പോയിന്റ് മാത്രമാണ്. നേത്രാവതി പുഴയോട് ചേർന്നുള്ള സ്നാനഘട്ടയ്ക്ക് സമീപമാണ് 13ാം പോയിന്റ്. കൂടുതൽ ഇടങ്ങളിൽ അടയാളപ്പെടുത്തുന്നത് സംബന്ധിച്ച് തീരുമാനം ഉടൻ ഉണ്ടായേക്കും. ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റിലാണ് പ്രധാനമായും ഇനി അടയാളപ്പെടുത്താനുള്ളത്. ഇവിടെ കൂട്ടമായി മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. കോടതി ഉത്തരവോടുകൂടിയായിരിക്കും ഇവിടെ പരിശോധന നടക്കുക. കഴിഞ്ഞ ദിവസം ബംഗളക്കുന്നിൽ നിന്നും കണ്ടെത്തിയത് മനുഷ്യാസ്ഥികൂടവും 60ഓളം അസ്ഥികളുമാണ്. ഇവ വിദഗ്ധ പരിശോധനയ്ക്കായി ബംഗളൂരുവിലെ ഫോറൻസിക് ലാബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. മൃതദേഹ അവശിഷ്ടങ്ങൾക്കരികിൽ നിന്ന് സ്ത്രീയുടെ വസ്ത്രവും ചില വസ്തുക്കളും ലഭിച്ചിരുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾക്ക് എത്ര പഴക്കമുണ്ട്, ഏത് രീതിയിലാണ് മരണം തുടങ്ങിയവ ഫോറൻസിക് ഫലം ലഭിച്ചാൽ മാത്രമേ അറിയാനാകൂ. നിലവിൽ ഇതും SIT അന്വേഷണ പരിധിയിലാണ്. SIT ഇതുവരെ നടത്തിയ അന്വേഷണത്തിലെ വിശദാംശങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നാണ് DGPയുടെ വിശദീകരണം. KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. ഭർതൃവീട്ടിൽ നരകതുല്യമായ ജീവിതം. സ്വന്തം വീട്ടിൽ അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂരത. കാസർഗോഡ് കുമ്പളയിലെ 20കാരി ഭർത്താവിൻ്റെ പീഡനത്തെക്കുറിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും അത് കേൾക്കാൻ ഉറ്റവർ പോലും തയ്യാറായില്ല. അങ്ങനെയാണ് അവൾ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ തനിച്ചാക്കി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. ഡെറ്റോൾ കുടിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് എതിർത്തതിനായിരുന്നു മർദ്ദനമെന്ന് പരാതിയുണ്ട്. ഭർത്താവ് നിരന്തരം പീഡിപ്പിക്കുന്നതിൽ മനമെടുത്ത് സ്വന്തം വീട്ടിലെത്തിയപ്പോൾ തിരികെ പോകണമെന്നാവശ്യപ്പെട്ട പിതാവും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിച്ചതായും മൊഴിയിൽ പറയുന്നു. ഭർത്താവും യുവതിയുടെ പിതാവും രണ്ടാനമ്മയും 20കാരിയെ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനം സഹിക്കാനാകാതെ 20കാരിയായ യുവതി കൈക്കുഞ്ഞിനെ വീട്ടിലാക്കി ഇറങ്ങിയോടി. ജീവനൊടുക്കാൻ ശ്രമിച്ച യുവതി നിലവിൽ കുമ്പള സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാലിനും കൈകൾക്കും ഉൾപ്പെടെ പരിക്കുണ്ട്. ഡെറ്റോൾ കുടിച്ചാണ് യുവതി ആത്മഹത്യാ ശ്രമം നടത്തിയത്. 6 മാസം പ്രായമായ കുഞ്ഞാണ് യുവതിക്കുള്ളത്. 1 വർഷമായി ഭർത്താവ് ശാരീരികമായി മർദ്ദിക്കാറുണ്ടെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. കുമ്പള സ്വദേശിയായ ഫിറോസ് എന്നയാളാണ് യുവതിയുടെ ഭർത്താവ്. ഇയാൾക്ക് മറ്റൊരു വിവാഹം കഴിക്കണമായിരുന്നു. ഇതിനെ എതിർത്തതോടെയാണ് മർദ്ദിച്ചത്. ഇതോടെ സ്വന്തം വീട്ടിലേക്ക് പോയ യുവതി തിരികെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ട് പിതാവും രണ്ടാനമ്മയും ചേർന്ന് ശാരീരികമായി ഉപദ്രവിച്ചതായാണ് മൊഴി. ഇതോടെയാണ്
യുവതി രാവിലെ ജീവനൊടുക്കാൻ ശ്രമം നടത്തിയത്. സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. മുലകുടി മാറാത്ത കുരുന്നിപ്പോൾ അമ്മയെ കാണാതെ വാവിട്ട് കരയുന്നുണ്ട്. അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന സമയത്താണ് അവൻ്റെ അമ്മയെ അച്ഛൻ വലിച്ചിടച്ചു കൊണ്ടുപോയി തീ കൊളുത്തി ചുട്ടരിക്കാൻ ശ്രമിച്ചത്. പത്തനാപുരം കറവൂർ സ്വദേശി ഷെഫീഖിൻ്റെ ക്രൂരത സ്വന്തം കുഞ്ഞിൻ്റെ മനസ്സിൽ എന്നും ഒരു ഉണങ്ങാത്ത മുറിവാകും. കൊല്ലത്ത് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച ഷെഫീഖ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ഗുരുതരമായി പൊള്ളലേറ്റ ഭാര്യ ശ്രീതു ചികിത്സയിൽ തുടരുകയാണ്. കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ഷെഫീഖ് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ആത്മഹത്യ ചെയ്തത്. പത്തനാപുരം കറവൂർ ചെമ്പനരുവി ഒരേക്കർ കോളനിയിൽ 32-കാരനായ ഷെഫീഖാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഷെഫീഖിന്റെ ഭാര്യ ശ്രീതു ശരീരമാസകലം പൊള്ളലേറ്റ് ചികിത്സയിലാണ്. കഴിഞ്ഞ ജൂലൈ 31 വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരുന്ന ശ്രീതുവിനെ മുറിക്കുള്ളിലേക്ക് വിളിച്ചു കയറ്റി കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം ഷെഫീഖ് സ്വയം തീ കൊളുത്തുകയായിരുന്നു. തീ ആളിപ്പടർന്നതോടെ ഇരുവരും പുറത്തിറങ്ങി ഓടി നാട്ടുകാരുടെ സഹായം തേടി. അച്ചൻകോവിൽ പോലീസാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കുടുംബവഴക്കിനെ തുടർന്ന് ശ്രീതു ഷെഫീഖിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവം നടക്കുന്നതിന് തലേ ദിവസം ദമ്പതിമാരെ അച്ചൻകോവിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചു വിട്ടതാണ്. വീണ്ടും വഴക്കുണ്ടായതോടെയാണ് ഷെഫീഖ് അതിക്രമം കാട്ടിയത്. ന്യൂസ് 18 പുനലൂർ. കൊല്ലം കൊട്ടാരക്കരയിൽ ഒരു വയോധികയോട് അയൽവാസി ചെയ്ത ക്രൂരത മനസാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാനാവില്ല. വീട്ടിൽ അതിക്രമിച്ചു കയറിയുള്ള മർദ്ദനം, വടികൊണ്ട് മൃഗീയമായി തല്ലിച്ചതച്ചു, തറയിലൂടെ വലിച്ചിഴച്ചു, നിലവിളിച്ചിട്ടും ആക്രമണം തുടർന്നു. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിനിടെയാണ് റിട്ടയർഡ് അധ്യാപികയായ സരസമ്മയ്ക്ക് നേരെ അതിക്രമമുണ്ടായത്. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നതോടെ പ്രതി പിടിയിലായി. കൊട്ടാരക്കര സ്വദേശി ശശിധരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അയൽവാസികൾ തമ്മിലുള്ള വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. 80-കാരിയായ സരസമ്മയ്ക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. അയൽവാസിയായ ശശിധരന്റെ ഭാര്യയെ സരസമ്മ അസഭ്യം പറഞ്ഞിരുന്നു. ഇത് ചോദ്യം ചെയ്ത ശശിധരൻ വയോധികയെ മർദ്ദിക്കുകയായിരുന്നു. വർഷങ്ങളായി ഇരു കുടുംബങ്ങളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. വയോധികയെ വീട്ടിൽ കയറിയാണ് ശശിധരൻ മർദ്ദിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശശിധരനെ അറസ്റ്റ് ചെയ്തു. സരസമ്മ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ധിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാരികളായ യുവതികൾ ഓരോ ദിവസവും തട്ടിയത് 2 ലക്ഷം രൂപ. ഇങ്ങനെ 40 ലക്ഷത്തോളം തട്ടിയെടുത്തു. ഈ പണം 3 പേരും ചേർന്ന് വീതിച്ചെടുത്തു. ഇതുപയോഗിച്ച് സ്കൂട്ടറും മൊബൈലും സ്വർണവും വാങ്ങി. സാമ്പത്തിക ക്രമക്കേടിൽ അറസ്റ്റിലായ ജീവനക്കാരെ കൊണ്ട് തട്ടിപ്പ് നടത്തിയ രീതി ക്രൈംബ്രാഞ്ച് സംഘം പുനരാവിഷ്കരിച്ചു.
അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിലായിരുന്ന 2 പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് തെളിവെടുപ്പിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. ഭാവഭേദങ്ങൾ ഒന്നുമില്ലാതെയാണ് തട്ടിപ്പ് നടത്തിയ രീതി ഇവർ വിവരിച്ചത്. ദിയ കൃഷ്ണയുടെ കവടിയാറിലെ ബുട്ടീക്കിൽ എത്തിച്ചാണ് മുൻ ജീവനക്കാരും തട്ടിപ്പ് കേസിലെ പ്രതികളുമായ വിനീത, രാധാകുമാരി എന്നിവരുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. മാസ്ക് ധരിച്ച് മുഖം മറച്ചിരുന്ന പ്രതികൾ തട്ടിപ്പ് നടത്തിയ രീതി അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. QR കോഡ് മാറ്റി സ്ഥാപിച്ച് സംശയങ്ങൾക്കിടകൊടുക്കാതെ തട്ടിപ്പ് തുടർന്നതെങ്ങനെയെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയോട് പ്രതികൾ വിശദീകരിച്ചത് ഇങ്ങനെ. ഐറ്റം ഈ ഓരോ ഐറ്റത്തിനും ബാർകോഡ് അങ്ങനെ വല്ലതും ഉണ്ടാവും? ഒന്നുമില്ല. എങ്ങനെയാണ് പ്രൈസ് വെബ്സൈറ്റ് അവിടെ അയച്ചു ഇത് പിന്നെ മറ്റേ സ്കാൻ ചെയ്ത് മേടിക്കുന്നത് അല്ലേ? സ്വൈപ്പ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ ഈ ബില്ല് ചെയ്യുമ്പോൾ അതിൽ കസ്റ്റമറിന്റെ പേര് എൻ്റർ ചെയ്യാറുണ്ടോ? ഇല്ല. കസ്റ്റമറുടെ ടെലിഫോൺ നമ്പർ എൻ്റർ ചെയ്യാറുണ്ടോ? ഇല്ല. പിന്നെ അതിൽ ഇതിൽ ഈ ബില്ല് എന്തൊക്കെ റെക്കോർഡ് വരും നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ? സമീപത്തെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിൽ നിന്ന് സാക്ഷിമൊഴികളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു. ജോലിക്ക് വരുന്നുണ്ടോ? പേരറിയോ? കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ കയറി വരുന്നത് നിങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? ഇപ്പൊ സാധനങ്ങൾ നോക്കാനായിട്ട് വിശദമായ പരിശോധനയ്ക്കായി സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകളുടെ രജിസ്റ്ററുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. QR കോഡ് മാറ്റി 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കുമ്പോൾ ഇരു പ്രതികളുടെയും മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ ഏതുമില്ലായിരുന്നു. ഇത് അന്വേഷണ സംഘത്തെയും അമ്പരിപ്പിച്ചു. തട്ടിയെടുത്ത പണം യുവതികൾ നിക്ഷേപിച്ച വലിയതുറയിലെ ബാങ്ക് ശാഖകളിലും ക്രൈംബ്രാഞ്ച് വിശദമായ തെളിവെടുപ്പ് നടത്തും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കൊച്ചിയിൽ IT കമ്പനി ഉടമയെ ഹണി ട്രാപ്പിൽ കുടുക്കി 30 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവം ഒരു കള്ളക്കേസാണോ? കമ്പനിയിലെ മുൻ ജീവനക്കാരിയെയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തത് വ്യാജ പരാതിയിലാണോ? കേസിൽ ജാമ്യം ലഭിച്ച ശേഷം യുവതി കമ്പനി ഉടമയ്ക്കെതിരെ നൽകിയ പീഡന പരാതിക്ക് പിന്നിൽ എന്താണ്? IT ലോകത്ത് ഏറെ ചർച്ചയായ ഈ കേസിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? കൊച്ചി പോലീസ് 2 പരാതികളെക്കുറിച്ചും വിശദമായി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ യുവതിയുടെ പരാതിയിൽ IT വ്യവസായിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു, ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. കമ്പനി CEO വേണു ഗോപാലകൃഷ്ണന് പുറമെ സ്ഥാപനത്തിലെ 3 പേർക്കെതിരെ ഭീഷണിപ്പെടുത്തിയതിനും കേസെടുത്തിട്ടുണ്ട്. കാക്കനാട്ട് IT കമ്പനി CEO വേണു ഗോപാലകൃഷ്ണനെ ഹണി ട്രാപ്പിൽ കുടുക്കി 30 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ചാവക്കാട് സ്വദേശിനിയായ യുവതിയും ഭർത്താവും അറസ്റ്റിലായത്. കേസിലെ 1-ാം പ്രതിയായ യുവതി IT സ്ഥാപനത്തിൽ 1.5 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. IT കമ്പനി ഉടമയ്ക്ക് യുവതിയുമായി വഴിമിട്ട ബന്ധമുണ്ടെന്നും ഉടമയ്ക്കെതിരെ പീഡനക്കേസ് കൊടുക്കുമെന്നും രഹസ്യ ചാറ്റുകൾ പുറത്തുവിട്ട് നാണക്കേടുണ്ടാക്കുമെന്നും കാട്ടിയാണ് പ്രതികൾ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതെന്നാണ് കേസ്. പിന്നീട് ആ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെ യുവതി കമ്പനി ഉടമയ്ക്കെതിരെയും പരാതി നൽകി. തൊഴിലിടത്തിൽ അമിത ലൈംഗിക താൽപര്യത്തോടെ പെരുമാറിയെന്ന പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു, ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട്. തന്നെ കണ്ട നാൾ മുതൽ CEO അമിതമായി ലൈംഗികാസക്തി കാട്ടിയെന്നും രാത്രികളിൽ അശ്ലീല വീഡിയോകൾ അയച്ചു തരുമായിരുന്നുവെന്നും 3 പേരുമായി സെക്സ് ചെയ്യാൻ നിർബന്ധിച്ചുവെന്നും പരാതിയിൽ യുവതി ആരോപിക്കുന്നു. ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചു. ആദ്യ മാസങ്ങളിൽ ജോലിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ ക്യാബിനിലിരുത്തി. ഉച്ചഭക്ഷണം പോലും അദ്ദേഹത്തോടൊപ്പം മാത്രമേ കഴിക്കാൻ പാടുള്ളൂവെന്ന നിബന്ധനയുണ്ടായിരുന്നു. അതുപോലെ മറ്റു ജീവനക്കാരുമായി സംസാരിക്കുകയോ ബന്ധം സ്ഥാപിക്കുകയോ ചെയ്യരുതെന്നും പറഞ്ഞുവെന്നും യുവതി പരാതിയിൽ പറയുന്നു.
ഒരു ദിവസം സോഫയിലിരുന്ന് തന്റെ പേര് വിളിച്ചുകൊണ്ടുള്ള മോശം പ്രവൃത്തി ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു നൽകിയെന്നും പരാതിയിൽ പറയുന്നു. അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷവും ശല്യപ്പെടുത്തൽ തുടർന്നു. കാക്കനാടുള്ള ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരണമെന്ന് ക്ഷണിച്ചു. ഓഫീസ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് സിംഗപ്പൂരിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ പേരുൾപ്പെടുത്തി. വിമാനയാത്രയിൽ വെച്ച് ലൈംഗിക അതിക്രമം ഉണ്ടായെന്നുമാണ് പരാതിയിൽ പറയുന്നത്. സിംഗപ്പൂരിൽ വെച്ച് നിർബന്ധിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തിന് ശ്രമിച്ചുവെന്നും യുവതി പറയുന്നു. സിഇഒയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ ഭർത്താവിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചപ്പോഴാണ് അയാളെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തതെന്ന് യുവതി പറഞ്ഞു. അതേസമയം കമ്പനി സിഇഒക്കെതിരായ ആരോപണങ്ങൾ വ്യാജമാണെന്നാണ് കമ്പനി വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. പണം തട്ടാനുള്ള ശ്രമങ്ങൾ പാളിയതിനെ തുടർന്നാണ് സിഇഒയ്ക്കും കമ്പനിക്കുമെതിരെ യുവതി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് വാദം. ന്യൂസ് 18 കൊച്ചി. വിവാഹമോചനത്തിന് ശേഷവും പങ്കാളിയുടെ മരണശേഷവും പുതിയൊരു ജീവിതം സ്വപ്നം കാണുന്ന മനുഷ്യരുണ്ട്. വാർദ്ധക്യകാലത്ത് ഒരു തുണ വേണമെന്നാകും പലരും ചിന്തിക്കുക. ചെന്നൈ സ്വദേശിയായ 63-കാരൻ അതിനായി മാട്രിമോണിയലിൽ ഒരു പരസ്യം നൽകി. അങ്ങനെ 44-കാരിയുമായി വിവാഹം. ഭാര്യ ഇടയ്ക്ക് സുഹൃത്തുക്കളെ കാണാനെന്ന പേരിൽ കേരളത്തിലേക്ക് യാത്ര പോകുന്ന പതിവുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലേക്ക് വന്ന യുവതി പിന്നീട് തിരിച്ചെത്തിയില്ല. അവർ മരിച്ചു വന്ന വിവരമാണ് ഭർത്താവ് അറിഞ്ഞത്. ഭാര്യയുടെ തിരോധാനത്തിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചതോടെ കേസിൽ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റ്. മരിച്ചെന്ന് കരുതിയ യുവതി കോടതിയിൽ ഹാജരായി നടത്തിയ വാദങ്ങൾ ആ മനുഷ്യനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അയാളുമായി കല്യാണം കഴിച്ചിട്ടില്ലെന്നും സൗഹൃദം മാത്രമാണ് ഉണ്ടായതെന്നുമാണ് യുവതി പറഞ്ഞത്. അപ്പോഴാണ് താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് ചെന്നൈ സ്വദേശിക്ക് മനസ്സിലായത്. ാണ് തമിഴ്നാട് വൈദ്യുതി ബോർഡിൽ നിന്നും ജൂനിയർ എഞ്ചിനീയറായി വിരമിച്ച ചെന്നൈ സ്വദേശിയും ഗോളിയർ സ്വദേശിയും വിവാഹമോചിതർക്ക് വേണ്ടിയിട്ടുള്ള മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴി വിവാഹിതരാകുന്നത്. തുടർന്ന് വിവാഹം കഴിച്ച് ദമ്പതികളായി ഒരുമിച്ച് കഴിയുകയായിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിലേക്ക് പോയ യുവതിയെ ചെന്നൈ സ്വദേശി പിന്നീട് കാണുന്നത് ഏപ്രിലിൽ കൊച്ചിയിലെ ഒരു മോളിൽ വെച്ചാണ്. മെയ് പകുതി വരെ വാട്സപ്പ് വഴി സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പിന്നീട് വിവരമൊന്നും ഇല്ലാതായി. അങ്ങനെയിരിക്കെ ജൂൺ മാസത്തിൽ അഭിഭാഷകനെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ ഭാര്യ മരിച്ചെന്ന സന്ദേശവും കല്ലറയുടെ ചിത്രങ്ങളും വാട്സപ്പിൽ അയച്ചു. തുടർന്ന് കന്യാസ്ത്രീ എന്ന് പരിചയപ്പെടുത്തി സോഫിയ എന്നൊരു സ്ത്രീയെയും ഇതേ സന്ദേശം അയച്ചു. 10 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു. നേരത്തെ യുവതിയുടെ 2.50 കോടി രൂപ മതിപ്പുള്ള വീട് വിൽക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ട പ്രകാരം താനത് നൽകിയെന്നുമായിരുന്നു ചെന്നൈ സ്വദേശി പറയുന്നത്. മരണവിവരം അറിഞ്ഞതോടെ ഭാര്യയുടെ ബന്ധുക്കളെ കണ്ടെത്താനായി ഭർത്താവ് ഗോളിയാറിലെത്തി. എന്നാൽ അവിടെ നിന്ന് ഒരു വിവരവും ലഭിച്ചില്ല. തുടർന്നാണ് കേരളത്തിലെത്തി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ അന്വേഷണം മുന്നോട്ടു പോകാത്തതിനാൽ ഹെബിയസ് കോർപ്പസ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഭാര്യയെ ജോസഫ് സ്റ്റീഫൻ, സോഫി എന്നിവർ ചേർന്ന് തടങ്കലിലാക്കി പണം അപഹരിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഭാര്യയുടെ ജീവൻ ആപത്തിലാകാതെ രക്ഷിക്കണമെന്നുമായിരുന്നു ചെന്നൈ സ്വദേശിയുടെ ആവശ്യം. ഭാര്യയ്ക്ക് കേരളത്തിൽ സുഹൃത്തുക്കൾ ഉള്ളതിനാൽ ഇടയ്ക്കിടെ അവിടെ പോകുമെന്നും തൃശൂർ സ്വദേശിയായ ജോസഫ് സ്റ്റീഫൻ എന്ന കുടുംബ സുഹൃത്തിനോടൊപ്പം താമസിക്കാറുണ്ടെന്നും പരാതിയിൽ പറയുന്നു. വിഷയം ഗൗരവമായി എടുത്ത ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഡിവിഷൻ ബെഞ്ച് യുവതിയെ കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകി. കേസ് അന്വേഷണത്തിനിടയിൽ കേസിൽ വൻ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ജോസഫ് സ്റ്റീഫനും അഡ്വക്കേറ്റ് GM റാവുവുമെല്ലാം തൃശൂർ സ്വദേശിയായ ലെനിൻ തമ്പിയാണെന്ന് പോലീസ് കണ്ടെത്തി. ചെന്നൈ സ്വദേശി സമർപ്പിച്ച യുവതിയുടെ ആധാർ കാർഡിലെ വിവരമനുസരിച്ച് അവർ ലെനിൻ തമ്പിയുടെ ഭാര്യയാണ്. പോലീസ് ലെനിൻ തമ്പിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ചു. പനമ്പള്ളി നഗറിൽ ഫാഷൻ സ്റ്റോറും വൈറ്റിലയിൽ ഫ്ളാറ്റുമുണ്ടെന്ന വിവരവും പോലീസിന് കിട്ടി. വൈകാതെ 2 യുവാക്കൾക്കൊപ്പം യുവതിയെ പോലീസ് കണ്ടെത്തി. തുടർന്നാണ് യുവതിയെ കോടതിയിൽ ഹാജരാക്കിയത്. ഇതോടെയാണ് ചെന്നൈ സ്വദേശിയുമായി ബന്ധമൊന്നുമില്ലെന്ന് യുവതി കോടതി മുമ്പാകെ പറഞ്ഞത്. ചെന്നൈ സ്വദേശിയെ വിവാഹം കഴിച്ചിട്ടില്ലെന്നും സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നുവെന്നുമാണ് വാദം.
അയാൾ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത് ഒഴിവാക്കാനായി താൻ മരിച്ചുപോയെന്ന് വരുത്തി തീർക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നുവെന്നും യുവതി കോടതിയിൽ വ്യക്തമാക്കി. ഇത് കേട്ട് കോടതിയിൽ നിസ്സഹായനായി നിന്ന ചെന്നൈ സ്വദേശിക്ക് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. വഞ്ചനാ കുറ്റത്തിനോ പണം തിരിച്ചു കിട്ടുന്നതിനോ ആവശ്യമെങ്കിൽ നിയമവ്യവസ്ഥയെ സമീപിക്കാമെന്ന് വ്യക്തമാക്കിയ ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, MP സ്നേഹലത എന്നിവരുടെ ബെഞ്ച് ഭാര്യയെ തിരിച്ചു കിട്ടിയ സാഹചര്യത്തിൽ ഹെബിയസ് കോർപ്പസ് ഹർജി തള്ളുകയും ചെയ്തു. ന്യൂസ് 18 കൊച്ചി. എറണാകുളം കോതമംഗലത്ത് കാമുകന് വിഷം നൽകി കൊലപ്പെടുത്താൻ പ്രതി അധീന നടത്തിയത് 2 മാസം നീണ്ട തയ്യാറെടുപ്പുകൾ. അൻസിൽ കൊലപാതകത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും പരമാവധി തെളിവുകൾ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. യുവതി നശിപ്പിച്ച CCTV ദൃശ്യങ്ങളും DVRും കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച അധീനയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട്. കൃത്യമായ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് അധീന കൊലപാതകം നടപ്പാക്കിയത്. ആസൂത്രണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ചു. സംഭവ ദിവസം രാത്രി അൻസിൽ വീട്ടിലെത്തും മുൻപ് വീട്ടിലെ CCTVയുടെ DVR അധീന എടുത്തുമാറ്റുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. വിഷം വാങ്ങിയതിന്റെയും വീട്ടിൽ സൂക്ഷിച്ചതിന്റെയും തെളിവുകളും പോലീസിന് ലഭിച്ചു. ഇത്രയുമൊക്കെ കാര്യങ്ങൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്ന സംശയവും പോലീസിനുണ്ട്. പ്രത്യേകിച്ച് CCTVയുടെ ദൃശ്യങ്ങൾ നശിപ്പിക്കുക എന്ന സാങ്കേതികത്വം വേണ്ട കാര്യങ്ങൾ. സാമ്പത്തികം മാത്രമല്ല തർക്കത്തിന് കാരണമെന്നും അധീനയുടെ ചില സൗഹൃദങ്ങൾ അൻസിൽ ചോദ്യം ചെയ്തത് ഇവരെ പ്രകോപിപ്പിച്ചതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അൻസിൽ ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന രീതിയിലാണ് ഇയാളുടെ വീട്ടുകാരെ അധീന വിവരമറിയിച്ചത്. പക്ഷേ സംശയം തോന്നിയ പോലീസ് തുടക്കത്തിൽ തന്നെ ഇവരെ നിരീക്ഷിച്ചു തുടങ്ങിയിരുന്നു. അധീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ജൂലൈ 31 പുലർച്ചെയാണ് അൻസിലെത്തിയത്. അൻസിൽ കുടിക്കാനായി വെള്ളം ചോദിച്ചപ്പോൾ അധീന ഡിസ്പോസിബിൾ ഗ്ലാസിൽ ശീതളപാനീയത്തിൽ വിഷം ചേർത്ത് നൽകുകയായിരുന്നു. വിഷം അകത്ത് ചെന്ന അൻസിൽ തന്നെയാണ് സുഹൃത്തിനെയും പോലീസിനെയും ആദ്യം വിവരമറിയിച്ചത്. അധീന അൻസിലിന്റെ വീട്ടുകാരെയും വിവരമറിയിച്ചു. ആത്മഹത്യാ ശ്രമം എന്നാണ് അധീന പോലീസിനോടും വീട്ടുകാരോടും പറഞ്ഞത്. ടിപ്പർ ഡ്രൈവറായ അൻസിലും അധീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഇയാൾ വിവാഹിതനും 2 മക്കളുടെ പിതാവുമാണ്. അധീന അവിവാഹിതയാണ്. അധീന വിഷം നൽകിയെന്ന് ആംബുലൻസിൽ വെച്ച് അൻസിൽ ബന്ധുവിനോട് വെളിപ്പെടുത്തിയതാണ് കേസിൽ വഴിത്തിരിവായത്. ന്യൂസ് 18 കൊച്ചി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനിയും സംഘവും കോടതി പരിസരത്ത് വെച്ച് മദ്യം കഴിച്ചുവെന്ന പരാതി അതീവ ഗൗരവമുള്ളതാണ്. സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പറയുന്നുണ്ടെങ്കിലും കേസ് കോടതിയിൽ തള്ളിപ്പോകുമോ എന്ന ആശങ്കയുണ്ട്. കഴിച്ചത് മദ്യമാണോ എന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യവും പരാതിക്കാരും തെളിവുമില്ലെന്നതും തിരിച്ചടിയായേക്കാം. അതിനിടെ വഴിവിട്ട സഹായം ചെയ്തുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. മാഹി ഇരട്ടക്കൊലപാതക കേസിൽ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴായിരുന്നു കൊടിസുനിയുടെയും കൂട്ടാളികളുടെയും മദ്യപാനം. കോടതിക്ക് തൊട്ടടുത്തുള്ള ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു മദ്യപാനം. ഇതിന് ഒത്താശ ചെയ്തത് പോലീസുകാരാണെന്ന് കണ്ടെത്തിയിരുന്നു. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുകയും മദ്യപാനത്തിന് പോലീസ് കാവൽ നിന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. 3 പേരും AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥരാണ്. സംഭവത്തിൽ കൊടിസുനിക്കെതിരെയും നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. ആരും പരാതി നൽകാത്തതിനാൽ സുനിക്കെതിരെ കേസ് എടുക്കില്ലെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരം. കൊടിസുനിയുടെ മദ്യപാനത്തിൽ കേസെടുക്കുന്നതിനായി പോലീസ് നിയമോപദേശം തേടിയിരുന്നു. പ്രതികൾക്ക് എസ്കോർട്ടിന് സീനിയർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും തീരുമാനമായിട്ടുണ്ട്.
കൊടിസുനിയും കൂട്ടരും കോടതി പരിസരത്ത് വെച്ച് ഇതിനു മുമ്പും മദ്യപിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. കോടതിയിലേക്കുള്ള യാത്രയിൽ TP കേസ് പ്രതികൾ മദ്യപിക്കുന്നത് പതിവ് സംഭവമാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൊടിസുനിയും സംഘവും പോലീസിന്റെ സാന്നിധ്യത്തിൽ മദ്യപിച്ച സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി പരാതി നൽകി. ന്യൂസ് 18 കണ്ണൂർ. രാഷ്ട്രീയ തടവുകാർക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്നതാണ് ഈ സർക്കാരിൻ്റെ രീതി. കൊലക്കേസ് പ്രതിയാണേലും ആവശ്യത്തിന് പരോളും ജയിലിൽ VIP പരിഗണനയും. ശിക്ഷ റദ്ദാക്കാൻ പ്രതികൾ കോടതിയെ സമീപിച്ചാലും സർക്കാർ കണ്ണടച്ചിരുട്ടാക്കും. തലശ്ശേരി മുഴപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിലെ പ്രതി PM മനോരാജിൻ്റെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. അപ്പീലിൽ തീർപ്പ് കൽപ്പിക്കുന്നതുവരെയാണ് ശിക്ഷ മരവിപ്പിച്ചത്. ജീവപര്യന്തം തടവും പിഴയുമായിരുന്നു ശിക്ഷ. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരനാണ് PM മനോരാജ്. കേസിലെ രണ്ടാം പ്രതിയുടെ കുറ്റസമ്മത മൊഴിപ്രകാരമായിരുന്നു PM മനോരാജിനെ ശിക്ഷിച്ചത്. ജീവപര്യന്തം തടവും പിഴയുമായിരുന്നു ശിക്ഷ. അപ്പീലിൽ തീർപ്പ് കൽപ്പിക്കുന്നതുവരെയാണ് ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചത്. 1 ലക്ഷം രൂപയുടെ ബോണ്ടും 2 ആൾ ജാമ്യവും, രാജ്യം വിട്ടു പോകരുത്, സമാന കുറ്റകൃത്യം ആവർത്തിക്കരുത് തുടങ്ങിയ ഉപാധികളോടുകൂടിയാണ് ജാമ്യം. ഓഗസ്റ്റ് 7 BJP പ്രവർത്തകനായ സൂരജിനെ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ചാണ് സൂരജ് കൊല്ലപ്പെട്ടത്. 2005 ഫെബ്രുവരിയിലും സൂരജിനെ കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായിരുന്നു. അന്ന് സൂരജിന്റെ കാലിന് വെട്ടേറ്റിരുന്നു. 6 മാസത്തോളം കിടപ്പിലായ സൂരജ് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു കൊലപാതകം. തുടക്കത്തിൽ 10 പേർ മാത്രമായിരുന്നു കേസിൽ പ്രതികളായിട്ടുണ്ടായിരുന്നത്. TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട TK രജീഷിന്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 2 പേരെ കൂടി പ്രതി ചേർത്തത്. ഇവരിൽ ഒരാളാണ് മനോരാജ്. കേസിലെ 1-ാം പ്രതി PK ഷംസുദ്ദീനും 12-ാം പ്രതി TP രവീന്ദ്രനും വിചാരണയ്ക്കിടെ മരിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരനാണ് PM മനോരാജ്. ന്യൂസ് 18 കണ്ണൂർ. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അന്വേഷണം PP ദിവ്യയിലേക്ക് മാത്രം ഒതുങ്ങി. പ്രശാന്തൻ ദിവ്യയുടെ ബിനാമിയാണെന്ന സൂചന ഉണ്ടായിട്ടും അക്കാര്യം അന്വേഷിച്ചില്ല. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ വിചാരണ കോടതിയിൽ നൽകിയ ഹർജിയിൽ കുറ്റപത്രത്തിലെ പിഴവുകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. SIT അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെ കുടുംബം പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രത്യേക സംഘം അന്വേഷിച്ചില്ല. ഗൂഢാലോചനയടക്കം പുറത്തുവരണമെങ്കിൽ പുതിയ അന്വേഷണം വേണമെന്ന് ഭാര്യ മഞ്ജുഷ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. അന്വേഷണം PP ദിവ്യ എന്ന ഒറ്റപ്രതിയിലേക്ക് ചുരുങ്ങി. അന്വേഷണത്തിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. പെട്രോൾ പമ്പും അതിന്റെ NOCയുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങളെല്ലാം ആരംഭിക്കുന്നത്. പക്ഷേ ഇതിന് പിന്നിലെ സംഭവങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. പ്രശാന്തൻ എന്നയാളുടെ പങ്ക് അന്വേഷിക്കണം. നവീൻ ബാബുവിന് എതിരെ വ്യാജ കൈക്കൂലി കേസ് ഉണ്ടാക്കി. അന്വേഷണം ശരിയായ വഴിക്കാണെങ്കിൽ ഈ വ്യാജ ആരോപണം തെളിയിക്കാൻ സാധിക്കും. വകുപ്പ് തല അന്വേഷണത്തിലെ കണ്ടെത്തൽ പോലീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രശാന്തൻ PP ദിവ്യയുടെ ബിനാമി ആണെന്ന സൂചനയും അന്വേഷിച്ചില്ല. ഇലക്ട്രോണിക് തെളിവുകളിൽ പലതിലും ക്രമക്കേടുണ്ടെന്നും മഞ്ജുഷയുടെ ഹർജിയിലുണ്ട്. കുറ്റപത്രത്തിലെ 13 പിഴവുകളാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കണ്ണൂർ ADM ആയിരിക്കെ കഴിഞ്ഞ ഒക്ടോബർ 15 നവീൻ ബാബുവിനെ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്.
ADMനുള്ള യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ എത്തിയ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നടത്തിയ അധിക്ഷേപ പ്രസംഗത്തിൽ മനം നൊന്താണ് നവീൻ ബാബു ജീവനൊടുക്കിയതെന്ന് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. വ്യാപക പരിശോധന നടക്കുമ്പോഴും സംസ്ഥാനത്തേക്ക് ലഹരി ഒഴുക്ക് തുടരുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ ലഹരി വേട്ട നടന്നു. യാത്രക്കാരിൽ നിന്നും 10 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. വാളയാർ ചെക്ക് പോസ്റ്റ് വഴി കടത്തിക്കൊണ്ടുവന്ന 1 കോടി രൂപ വില വരുന്ന ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിലായി. കേരളത്തിലേക്ക് രാസലഹരി കടത്തിയിരുന്ന സംഘത്തിലെ പ്രധാനികളായ 3 പേരെ ബംഗളൂരുവിൽ നിന്നാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരിൽ നിന്ന് 12.88 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. ബാങ്കോക്കിൽ നിന്നും ദുബായ് വഴി വന്ന സുഗീഷ് ടെന്നിസണിൽ നിന്നാണ് DRI കഞ്ചാവ് പിടിച്ചത്. ആർക്കുവേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം തുടങ്ങി. റോഡ് മാർഗവും ലഹരിക്കടത്ത് തുടരുകയാണ്. വാളയാറിൽ 1 കോടി രൂപ വില വരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടി. ബസ് യാത്രക്കാരനായിരുന്ന വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി അജിത് കുമാറിൽ നിന്നാണ് 1.18 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയത്. സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഹിന്ദി സംസാരിക്കുന്ന കണ്ടാലറിയാവുന്ന ഒരാളിൽ നിന്നാണ് ഹാഷിഷ് ഓയിൽ വാങ്ങിയതെന്നും എറണാകുളത്ത് എത്തിച്ചാൽ ഒരാൾ വന്ന് വാങ്ങുമെന്നാണ് പറഞ്ഞിരുന്നതെന്നുമാണ് പ്രതിയുടെ മൊഴി. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ P രമേശ്, ഉദ്യോഗസ്ഥരായ റിബർദാസ് K, മുഹമ്മദ് ഷരീഫ് PM, പ്രഭാജ് G, KP രാജേഷ്, മനോജ് PS എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. കേരളത്തിലേക്ക് രാസലഹരി കടത്തിയിരുന്ന സംഘത്തിലെ പ്രധാനികളെയാണ് ബംഗളൂരുവിൽ നിന്ന് കട്ടപ്പന പോലീസ് പിടികൂടിയത്. കണ്ണൂർ മീത്തലപ്പറമ്പത്ത് അരുൺ ഭാസ്കർ, കൊയിലാണ്ടി സ്വദേശി ജോജിറാം ജയറാം, കർണാടക സ്വദേശി ഭീമപ്പ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 15-ന് ബംഗളൂരുവിൽ നിന്നും 27 ഗ്രാം MDMA-യുമായി കട്ടപ്പനയിലെത്തിയ കൊയിലാണ്ടി സ്വദേശി ഫാരിസ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അരുൺ ഭാസ്കർ ഉൾപ്പെടെയുള്ള സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് വിശദമായി അന്വേഷണം നടത്തുകയും ബംഗളൂരുവിലെത്തി 3 പേരെയും പിടികൂടുകയുമായിരുന്നു. സംഘത്തിലെ പ്രധാനികളായ തലശ്ശേരി സ്വദേശി സുഹൈൽ, പാലക്കാട് സ്വദേശി സുജിൻ എന്നിവരെ കഴിഞ്ഞ ദിവസം ഡൽഹി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. സുഹൈലിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലേക്ക് രാസലഹരി കടത്തിയിരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വഴിയരികിൽ പൊതിച്ചോറ് വിറ്റ് ഉപജീവനം നടത്തുന്ന നിരവധി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ ഇതിൻ്റെ മറവിൽ മോഷണം നടത്തുന്നയാളാണ് കൊല്ലം മുണ്ടക്കൽ സ്വദേശി സഫർ. രാത്രികാലങ്ങളിൽ വീടുകളിലും കടകളിലും കയറി മോഷണം നടത്തുകയാണ് ഇയാളുടെ പ്രധാന പണിയെന്ന് പോലീസ് കണ്ടെത്തി. സമീപത്തെ ക്ഷേത്രവഞ്ചി കുത്തിത്തുറന്ന് മോഷണം നടത്തിയതിന് കൊല്ലം ഇരുവിപുലം പോലീസാണ് സഫറിനെ കയ്യോടെ പിടികൂടിയത്. പകൽ പൊതിച്ചോറ് വിൽപ്പന, രാത്രി മോഷണം. അതായിരുന്നു മുണ്ടക്കൽ സ്വദേശി സഫറിന്റെ പരിപാടി. ഞായറാഴ്ച രാത്രി ഇരവിപുരം വഞ്ചിക്കോവിലിലെ ക്ഷേത്രത്തിൽ കാണിക്ക വഞ്ചി കുത്തിത്തുറന്ന് 10,000 രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ്. ചോദ്യം ചെയ്യലിൽ സഫർ കുറ്റം സമ്മതിച്ചു. ഗണപതി അമ്പലത്തിൽ നടന്നത് എത്ര എടുത്തു അത് പറഞ്ഞാൽ കാര്യങ്ങൾ മൊത്തം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അത് മനസ്സിലായി കാണുമല്ലോ. 6,200 രൂപ വണ്ടി വരുവാനുള്ള പറയാം. അപ്പോൾ അത് ചെയ്തിട്ട് ഇന്നലെ കയറണമെങ്കിൽ എന്തെങ്കിലും ധൈര്യം ഉണ്ടായിട്ടാണ്. ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV-യിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സഫർ പിടിയിലായത്. ഇയാളുടെ പേരിൽ മുൻപും മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നതായി പോലീസ് അറിയിച്ചു.
ഇരവിപുരം SHO R രാജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. അടുക്കള ഭാഗത്തെ മതിലിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയത് 3 പാക്കറ്റ് കഞ്ചാവ്. കേരളത്തിലേക്ക് വൻതോതിൽ രാസലഹരി കടത്തുന്ന സംഘത്തിലെ ഇടനിലക്കാരി പിടിയിൽ. നഴ്സിംഗ് വിദ്യാർത്ഥിയും കോട്ടയം സ്വദേശിനിയുമായ അനുഷയെയാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. 32 ഗ്രാം MDMA-യുമായി പിടിയിലായ മുട്ടത്തറ സ്വദേശി ഗോപകുമാറിന്റെ ബാങ്ക് ഇടപാടുകളിൽ നിന്നാണ് അനുഷയിലേക്ക് അന്വേഷണം എത്തിയത്. കൊല്ലം തെന്മല പഞ്ചായത്തിന്റെ മലയോര മേഖലകളിൽ മോഷണം നടത്തി വന്ന സംഘത്തിലെ എല്ലാവരും പിടിയിൽ. മുകേഷ്, ശ്രീജിത്ത്, അനി, ബിജു എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ ഒരാൾ SIയുടെ അന്വേഷണ വൈദഗ്ധ്യത്തെ പ്രകീർത്തിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സ്വന്തം മക്കൾ വലിയ കായിക താരമാകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനായി കുട്ടികൾക്ക് പ്രത്യേക പരിശീലനമൊക്കെ നൽകാറുണ്ടല്ലേ. എന്നാൽ പെൺകുട്ടികളെ ഇങ്ങനെ കോച്ചിങ്ങിന് പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കളുടെ അതീവ ശ്രദ്ധ വേണം കേട്ടോ. ഇല്ലെങ്കിൽ കുട്ടികൾ പല അപകട കെണികളിലും വീഴാം. അവരുടെ കായിക സ്വപ്നങ്ങൾ പോലും പൊലിയാം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് +1 വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചത് കായിക പരിശീലകനാണ്. സ്വകാര്യ സ്പോർട്സ് സ്ഥാപനത്തിലെ ബാഡ്മിൻ്റൺ പരിശീലകനായ കുന്നുകുഴി സ്വദേശി ജാക്സൺ പെൺകുട്ടിയുടെ വീട്ടിലെത്തി നിരവധി തവണ പീഡിപ്പിച്ചതാണ് പരാതി. കേസിൽ പോക്സോ വകുപ്പ് ചുമത്തി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 മാസത്തെ പരിചയം മുതലെടുത്താണ് അയാൾ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. നമ്മൾ പുറമേ മാന്യന്മാരെന്ന് കരുതുന്ന പലരുടെ ഉള്ളിലും ഇതുപോലെ ദുഷിച്ച മനസ്സ്. അതിനാൽ തന്നെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് മക്കളെ പറഞ്ഞു മനസ്സിലാക്കണം. ഇതോടെ പോലീസ് പൂർണ്ണമാവും. നമസ്കാരം.